ഗൃഹം എവിടെ പണി ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. വാസ്തുശാസ്ത്രത്തിൽ അവസാന വാക്കായിട്ട് ഒരേ ഒരു നിബന്ധനയാണുള്ളത്. എവിടെ ഇരുന്നാലാണ് നമുക്ക് സൂര്യൻ്റെ വെളിച്ചം കിട്ടുക, സൂര്യനിൽ നിന്നുള്ള ചൈതന്യം കിട്ടുക, ഉദയസൂര്യനിൽ നിന്നുള്ള ഗുണമുണ്ടാവുക എന്നുള്ളതാണ് പ്രധാന തത്വം. അപ്പോൾ ശാസ്ത്രം സൂചിപ്പിക്കും, ഒരു മലയുടെ ഏത് ചെരിവിൽ അല്ലെങ്കിൽ എങ്ങോട്ട് താഴ്ചയുള്ള ഭാഗത്ത് ഇരുന്നാലാണ് സൂര്യനെ ഉദയത്തിങ്കൽ കാണുവാൻ പറ്റുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ സംശയമില്ലാണ്ടായി ആ മലയുടെ കിഴക്കോട്ടുള്ള ചെരിവിൽ ഇരുന്നാൽ നമുക്ക് ഉദയസൂര്യനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ സൂര്യൻ്റെ ചൈതന്യം കിട്ടാനുള്ള സൗകര്യമുണ്ടാവും. അതിനാൽ ആദ്യത്തെ ശാസ്ത്ര നിബന്ധന വരുന്നത് ഭൂമിയുടെ ചെരിവ് അല്ലെങ്കിൽ ഗൃഹം വയ്ക്കുന്ന സ്ഥലം കിഴക്കോട്ട് ചെരിവായിരിക്കണം എന്നുള്ള തത്വം ഈ സൂര്യൻ്റെ ഗുണത്തിന് അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ചൈതന്യം കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി കണക്കാക്കി. അത് കഴിഞ്ഞാൽ സൂര്യനാണെങ്കിൽ പകല് മാത്രമേ ഉള്ളൂ, രാത്രിയാണെങ്കിൽ സൂര്യൻ നമ്മളെ ഒളിഞ്ഞു നിന്നും കൊണ്ട് അതിൻ്റെ പ്രതിഭാസങ്ങളായ ചന്ദ്രാദി നക്ഷത്രങ്ങളാൽ പ്രതിഫലനങ്ങളായി കണക്കാക്കി അതിനെ കാണുവാൻ എന്താണ് വിദ്യ എന്നുള്ളതാണ് ആലോചിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രതിബിംബങ്ങളായ നക്ഷത്രങ്ങളിൽ പ്രാധാന്യം സപ്തഋഷികൾ എന്നുള്ള നക്ഷത്രങ്ങൾക്ക് കൊടുത്ത് ആ നക്ഷത്രം അസ്തമനത്തിങ്കൽ ഉദിക്കുന്ന സമയത്ത് ആ അസ്തമനത്തിങ്കൽ ആ നക്ഷത്രങ്ങളെ കാണുവാൻ തക്കവണ്ണം വേണം. അത് വടക്കായതിനാൽ ആ മലയുടെ വടക്കോട്ടുള്ള ചെരുവിലും ഗൃഹം വയ്ക്കാം എന്നുള്ള തത്വത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ രാത്രിയും പകലും നമ്മളെ ഒരേപോലെ സംരക്ഷിക്കണമെങ്കിൽ ഭൂമി അല്ലെങ്കിൽ ഗൃഹം വയ്ക്കുന്ന സ്ഥലം വടക്കോട്ടോ കിഴക്കോട്ടോ ചെരിഞ്ഞിരിക്കണം എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ തെക്കോട്ട് ചെരുവാണെങ്കിലും അവിടെ നമുക്ക് കിഴക്ക് സൂര്യനെ കാണാൻ പറ്റുന്നതിനാൽ അതും വിരോധമില്ല. അതുപോലെ തന്നെ പടിഞ്ഞാട്ട് ചെരുവുണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ അസ്തമനത്തിങ്കിൽ നക്ഷത്രത്തിനെ കാണാൻ പറ്റുന്നതിനാൽ അതും വിരോധമില്ല. എന്നാൽ തെക്കോട്ടും പടിഞ്ഞാട്ടും ചായ്വാകുമ്പോൾ അതിന് രണ്ടിനും സാധ്യതയില്ലാത്തതിനാൽ ആ ഭൂമി നിഷിദ്ധമായിട്ടും കണക്കാക്കി. അങ്ങനെയാണ് നാം ഭൂമിയുടെ ചൈതന്യത്തിനെ പറ്റി അല്ലെങ്കിൽ ആ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഭൂമിയുടെ ചൈതന്യം കണക്കാക്കി വേണം ഭൂമിയിൽ ഗൃഹം വയ്ക്കുവാൻ എന്നുള്ള താല്പര്യമാണ് ഈ വടക്കോട്ടും കിഴക്കോട്ടും ചെരുവുള്ള അല്ലെങ്കിൽ നീരൊഴുക്കുള്ള ഭൂമി വേണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന സൂചനകൾ നമുക്ക് വാസ്തുശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്നത്. ഇത് കണക്കാക്കുമ്പോഴാണ് എന്താണ് സൂര്യൻ, എങ്ങനെയാണ് സൂര്യൻ്റെ ചൈതന്യം കിട്ടുക എന്നാലോചിക്കുമ്പോഴാണ് സൂര്യൻ മാത്രമല്ല സൂര്യൻ നിൽക്കുന്ന ആകാശവും അതുപോലെ തന്നെ ആകാശത്തിൽ നിന്ന് അന്തരീക്ഷത്തിൽ കൂടി ഭൂമിയിൽ പതിച്ച് ആ ഭൂമിയോട് ബന്ധപ്പെട്ട ചൈതന്യവും കിട്ടണം. അപ്പോൾ സൂര്യൻ, ആകാശം, അന്തരീക്ഷം, ഭൂമി എന്ന് 4 ഗുണങ്ങളോട് കൂടി മാത്രമേ നമ്മുടെ പ്രകൃതിക്ക് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ മനുഷ്യാദികൾക്ക് നിലപ്പുള്ളൂ എന്ന് തീർച്ചയായി. പക്ഷേ സൂര്യൻ ഒരു സൂര്യനല്ല, ദിവസം തോറും സൂര്യൻ്റെ പ്രതിഭ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ നാം മാസങ്ങളായി തിരിച്ച് 12 തിരിച്ച് 12 ദ്വാദശാദിത്യന്മാരെ കണക്കാക്കി നാം 12 സൂര്യന്മാരെയും കണക്കാക്കണം. എന്തുകൊണ്ടെന്നാൽ ഒരേ മാസത്തിലുള്ള ചൂടല്ല, ഡിസംബർ മാസത്തിലുള്ള ചൂടല്ല മീനമാസം മുതലായ മാസങ്ങളിൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ പലതരത്തിലുള്ള കാലാവസ്ഥ വരുന്നതിനാൽ 12 തരത്തിൽ അല്ലെങ്കിൽ 12 തരത്തിൽ വരുമ്പോൾ ഒരേപോലെ വരുന്നതിനാൽ അങ്ങനെ 12 സൂര്യന്മാർ കൂടിയാൽ 16 ചൈതന്യങ്ങളായി മാറി. പിന്നെ ഋതുക്കൾ 6 ഉണ്ടെങ്കിലും 5 കണക്കാക്കി അങ്ങനെ 21 ചൈതന്യങ്ങളാണ് നമുക്ക് നിലനിന്ന് വരുന്നത്. ഈ ചൈതന്യങ്ങളാണ് ഭൂപ്രകൃതിയിൽ അല്ലെങ്കിൽ മനുഷ്യാദി എല്ലാ ജീവജാലങ്ങളിലും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്, ചൈതന്യം ഭ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ അങ്ങനെയുള്ള ചൈതന്യങ്ങൾ കണക്കാക്കുവാനുള്ള ഓരോ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് വാസ്തുശാസ്ത്രത്തിൽ ഉള്ളത്.